പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13-ാം വാക്യം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെന്തൊന്നുകൊണ്ട് രസം വരുത്താം? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം ഈ മനോഹരമായ പ്രഭാതയാമത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. തിരുവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് അനുഗ്രഹിച്ചൊരു പ്രഭാതം കൂടെ ദാനമായി തന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് തന്ന ബലത്തെ ഓർത്ത് സ്തോത്രം. പ്രാർത്ഥനയിൽ സഹായിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരേവരെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഇവിടെ ഭൂമിക്ക് 2 സമ്മാനം കൊണ്ടുവന്നു. ഒന്ന്, കയ്പായിരിക്കുന്ന ഭൂമിയിൽ രുചിയുള്ള ആഹാരം വിളയേണ്ടതിന്, ഭക്ഷ്യങ്ങൾ വിളയേണ്ടതിന്, വസ്തുക്കൾ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാകേണ്ടതിന് ഭൂമിയിൽ ദൈവം ഉപ്പിനെ കൊണ്ടുവന്നു. 14-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. അങ്ങനെ ഇരുട്ടിൽ ഇരിക്കുന്ന ലോകത്തിന് കർത്താവ് കൊണ്ടുവന്ന സമ്മാനം അവിടെ ഒരു പ്രകാശമുണ്ടാക്കുക. ഒന്ന്, ഭക്ഷണത്തിന് രുചിയുണ്ടാക്കുക. 2, ലോകത്തിൽ പ്രകാശമുദിപ്പിക്കുക. ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ചിന്തിച്ചേക്കും, ഭൂമിയിൽ ഉപ്പ് മറ്റൊന്നുമില്ലേ? അപ്പോൾ കർത്താവ് എന്ത് ഉപ്പിനെക്കുറിച്ചാണ് സംസാരിച്ചതെന്ന് തിരുവചനത്തിൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. നമ്മുടെ കർത്താവിൻ്റെ കാലത്ത് പലസ്തീൻ നാട്ടിൽ ഉപ്പ് ലഭിച്ചിരുന്നത് 2 സ്ഥലത്തു നിന്നാണ്. ഒന്ന്, ഡെഡ് സീയിൽ നിന്ന്. 2, ഉപ്പ് മലകളിൽ നിന്ന്. അവിടെ അന്ന് ലഭിച്ചുകൊണ്ടിരുന്ന ആ ഉപ്പിൻ്റെ ഒരു വിശേഷതയുണ്ട്. കുറേ നാൾ ആ ഉപ്പ് ഉപയോഗശൂന്യമായി വച്ചിരുന്നാൽ, അല്ലെങ്കിൽ ഉപയോഗിക്കാതെ വച്ചിരുന്നാൽ, അത് തനിയെ അതിൻ്റെ ഉപ്പ് രസം അത് നഷ്ടമായി പോകും, അത് ബാഷ്പമായി പോകും. എന്നാൽ നമ്മൾ വിചാരിക്കുന്നതായ നമ്മുടെ കറിയുപ്പിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ, ആ ഉപ്പ് എത്ര വർഷം ഇരുന്നാലും ശരി, അതിൻ്റെ ഉപ്പ് രസം പോവുകയില്ല. കർത്താവ് ഉദ്ദേശിച്ചത്, ഉപയോഗിക്കാതെ വച്ചിരിക്കുന്നതായ ഉപ്പിൻ്റെ രസം നഷ്ടപ്പെട്ടു പോയാൽ അത് വെളുത്തൊരു പദാർത്ഥമായി അവിടെ വീണ്ടും അത് സ്റ്റോർ ചെയ്യപ്പെടുമെങ്കിലും അതിനല്പം പോലും രുചിയോ മണമോ ഉപ്പിൻ്റെ വിശേഷതയോ അതിലുണ്ടാകുകയില്ല. അത് അലിഞ്ഞ് ബാഷ്പമായി പോകുന്ന ഒരു ഉപ്പിനെക്കുറിച്ചാണ്. അതിനെക്കുറിച്ചാണ് കർത്താവ് ആത്മീകമായ ലോകത്തേക്ക് ഒരു വെളിച്ചം വീശുവാൻ ക്രിസ്തുയേശുവിൽ ദൈവജനത്തിന് കൊടുത്തിരിക്കുന്നതായ ഒരു ഉത്തരവാദിത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് അവരെ നടത്തുവാൻ കർത്താവ് കൊണ്ടുവന്നതായ ഒരു ഉദാഹരണം, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. അപ്പോൾ എന്തുകൊണ്ട് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞില്ല, നിങ്ങൾ സ്വർഗത്തിൻ്റെ ഉപ്പാകുന്നുവെന്ന്, സഭയുടെ ഉപ്പാകുന്നുവെന്ന്, ആത്മീക ലോകത്തിൻ്റെ ഉപ്പാകുന്നുവെന്ന് എന്തുകൊണ്ട് കർത്താവ് പറഞ്ഞില്ല? എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ചും കൊണ്ട് നാം സ്വർഗലോകത്തിനും ആത്മീക ലോകത്തിനും ആ വിശ്വാസ ജീവിതത്തിനും ഒരു ഉപ്പായി തീരണമെങ്കിൽ ആദ്യമായി ഈ ഭൂമിയിൽ ഉപ്പ് വിളയിക്കുന്നവരായിരിക്കണം. ഈ ഭൂമിയിലെ വിളവൊക്കെയും രുചികരമായ ഒരു ഭക്ഷണ പദാർത്ഥത്തിന് വേണ്ടി മനുഷ്യൻ ഭക്ഷിച്ച് സന്തോഷിക്കുന്ന ഒരവസ്ഥ സൃഷ്ടിക്കുന്നത് മനുഷ്യൻ്റെ ഉത്തരവാദിത്വം, ശിഷ്യന്മാരുടെ ഉത്തരവാദിത്വം, വിശ്വാസലോകത്തിൻ്റെ ഉത്തരവാദിത്വം. ആത്മീക ജീവിതത്തിൽ കർത്താവ് ഈ ഭൂമിയിൽ കൊണ്ടുവന്ന ഉത്തരവാദിത്വം, നാം ഈ ഭൂമിക്ക് പ്രയോജനമുള്ളവരായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ തികച്ചും ഒരു ആത്മീക ജീവിതം, സ്വർഗം മാത്രം, വിശ്വാസം മാത്രം, ആത്മീകം മാത്രം നമ്മുടെ ഉദ്ദേശമെങ്കിൽ അവിടെ ഉപ്പ് വിളയിക്കുക, അവിടെ രുചിയുണ്ടാക്കുക, അവിടത്തേക്ക് അധ്വാനിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തിന് നമ്മെ കൊണ്ടൊരു പ്രയോജനമില്ലാതായി പോകും. ഈ ഭൂമിയെ കർത്താവ് സ്നേഹിച്ചു, ഈ ലോകത്തെ കർത്താവ് സ്നേഹിച്ചു. താൻ ദൈവത്തോടുള്ളതായ സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ തൻ്റെ മഹത്വങ്ങളൊക്കെയും ഉപേക്ഷിച്ച് ഈ ലോകത്തിലേക്ക് കർത്താവ് ഇറങ്ങി വന്നതിൻ്റെ കാരണം, തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം തൻ്റെ പിതാവ് ലോകത്തെ സ്നേഹിച്ചത് കൊണ്ടാണ്. ഈ ലോകത്തെ കർത്താവ് വിലയ്ക്ക് വാങ്ങി. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഒരു മനുഷ്യൻ അവൻ ഒരു വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്നതായ ഒരു നിധിയെ കണ്ടു. അവൻ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റിട്ട് വന്ന് ആ വയലിനെ വാങ്ങി.
യഥാർത്ഥ കച്ചവടക്കാരനായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ നിധിയെ ഒളിച്ചു വെച്ച നിധിയെയാണ് വാങ്ങേണ്ടത്. എന്നാൽ കർത്താവ് ഉദ്ദേശിച്ചത് ആ വയലിനെ മുഴുവനായി വാങ്ങിയതായ ഒരു കച്ചവടക്കാരൻ. അത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്, മനുഷ്യപുത്രനെക്കുറിച്ച്, ഈ ലോകത്തിൽ താൻ കൊണ്ടുവന്നതായ ഒരു കച്ചവടത്തെക്കുറിച്ചാണ് കർത്താവ് സംസാരിച്ചത്. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ കച്ചവടത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നതായ കർത്താവ് വാങ്ങിയതായ വയലിലെ നിക്ഷേപങ്ങളാണ്. ആ വയലിൽ രുചികരമായ ഭക്ഷണം വിളവിക്കുവാനും അത് ഭക്ഷിപ്പിക്കുവാനും അതിൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായ ഒരു കൂട്ടം ജനത്തെ ദൈവത്തിന് മുൻകാണേണ്ടി വന്നു. അതിനുവേണ്ടിയാണ് കർത്താവ് ഈ ഭൂമിയിൽ വന്നത്. കർത്താവ് അതാണ് ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. നമ്മൾ പലപ്പോഴും ഭൂമിയെക്കുറിച്ച് മറന്നു കളയുന്നു. ആത്മീക ജീവിതത്തിൽ നാം സ്വർഗത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു, ആത്മീകത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. എന്നാൽ ഈ ഭൂമിയിൽ നാം അറിയാത്ത ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറയപ്പെട്ടിരിക്കുന്നതായ അനേക ജീവിതങ്ങളെ നമുക്ക് കാണുവാൻ നമ്മുടെ കണ്ണുകൾ ദർശിക്കപ്പെടാതെ അല്ലെങ്കിൽ തുറക്കപ്പെടാതെ ആ കണ്ണുകൾക്ക് പ്രകാശം കൊടുക്കാതെ നാം അന്ധമായ ഒരു ജീവിതത്തിൽ കൂടെ കടന്നു പോകുന്നു. നാം എപ്പോഴും ആത്മീയ ഗോളത്തിൽ പ്രകാശിക്കുന്നവരായി തീരുവാൻ ആഗ്രഹിക്കുന്നു, സ്വർഗീയ ലോകത്ത് പ്രകാശിക്കുന്നവരായി തീരുവാൻ ആഗ്രഹിക്കുന്നു, സഭയിൽ പ്രകാശിതരായി തീരുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ കർത്താവ് പറയുന്നതായ കാര്യം ഒന്ന് നോക്കൂ. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഈ ലോകത്തിന് നമ്മെക്കൊണ്ടൊരു പ്രയോജനമുണ്ടാകണം. ഈ ഭൂമിക്ക് നമ്മെക്കൊണ്ടൊരു പ്രയോജനമുണ്ടാകണം. നാം കർത്താവിനെ സ്നേഹിച്ചതിനാൽ, നാം ക്രിസ്തുവിൽ കൂടെ കർത്താവിൻ്റെ സന്തതിയാകുന്നതിനാൽ ഈ ഭൂമിക്ക്, ലോക മനുഷ്യർക്ക് എന്ത് പ്രയോജനം? ആ പ്രയോജനം നാം സൃഷ്ടിക്കുന്നവരായിരിക്കണം. ദൈവത്തിൻ്റെ പുത്രന്മാർ ഈ ഭൂമിയിൽ താൻ ജീവിക്കുന്നതിനാലാണ് സകല സൃഷ്ടികളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്. റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ സകല സൃഷ്ടിയും ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനു വേണ്ടി കാത്താമലോടെ ഞരങ്ങിക്കൊണ്ട് കഴിയുന്നു. അവർ വിചാരിക്കുകയാണ്, നല്ല കച്ചവടക്കാർ വന്നിരുന്നെങ്കിൽ, ഈ ദേശം അവർ വാങ്ങിയിരുന്നെങ്കിൽ, ദൈവപുത്രന്മാർ വന്നിരുന്നെങ്കിൽ, വിശുദ്ധന്മാർ വന്നിരുന്നെങ്കിൽ അവർ ഈ ദേശത്തിന് അനുഗ്രഹമായിരിക്കും, അവർ ഈ ദേശത്തിന് വെളിച്ചമായിരിക്കും, അവർ ഈ ദേശത്തിന് ഉപ്പായിരിക്കും. ഈ ദേശത്തെ കയ്പെല്ലാം മാറി ഒരനുഗ്രഹിക്കപ്പെട്ട ഒരു ഫലഭൂയിഷ്ഠമായിട്ടുള്ള ഒരു ദേശത്തൊരു വിളവ് ഈ ദേശത്തു നിന്നുണ്ടാകും എന്ന് സകല സൃഷ്ടികളും കണക്കാക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് ശിഷ്യന്മാരുടെ തൻ്റെ അവസാനമായിട്ടുള്ള ആ കൽപ്പനയിൽ പറഞ്ഞത്, നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം ചെന്ന് സകല സൃഷ്ടിയോടും, ടു എവറി ക്രീച്ചർ യു ഗീവ് ദിസ് ഗോസ്പൽ, യു പ്രീച്ച് ദിസ് ഗോസ്പൽ. മനുഷ്യരോട് മാത്രമല്ല, സകല സൃഷ്ടിയോടും നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കണം. ആ സൃഷ്ടിക്കൊക്കെയും നാം അറിയാത്ത രീതിയിൽ കേൾക്കുവാൻ കഴിയും. ആ സൃഷ്ടിക്കൊക്കെയും നാം അറിയാത്ത രീതിയിൽ അവർക്ക് രുചിക്കാൻ കഴിയും. ആ സൃഷ്ടികൾക്കൊക്കെയും നാം അറിയാത്ത രീതിയിൽ അവർക്ക് ദർശിക്കുവാൻ കഴിയും. അങ്ങനെ ഒരു ദർശനത്തിൻ്റെയും രുചിയുടെയും ആത്മീകമായ ഒരു ഗ്രഹം ദൈവം അവരിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. നിങ്ങൾ ജീവിക്കുന്നതായി നിങ്ങളുടെ വീട്ടിലെ ഭക്ഷണത്തിന് മാത്രമല്ല നിങ്ങൾ ഉപ്പാകേണ്ടത്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നിങ്ങൾ ഉപ്പായിരിക്കേണ്ടത്, നിങ്ങളുടെ അയൽവക്കക്കാർക്ക് വേണ്ടി മാത്രമല്ല നിങ്ങളുടെ ഉപ്പായിരിക്കേണ്ടത്. നീ വസിക്കുന്ന ദേശത്ത്, നീ വസിക്കുന്നതായ ഭൂമി മുഴുവനും നിന്റെ ജീവിത നിമിത്തം, നിന്റെ ദർശന നിമിത്തം, നിന്റെ ആ ആത്മീകമായ വീക്ഷണ നിമിത്തം അവിടെയെല്ലാം ഉപ്പ് വിളയിക്കുന്ന രുചികരമായ അനേക ഫലഭൂയിഷ്ഠമായ ആഹാരം വിളയിക്കുന്നതായ, ആത്മീക ആഹാരം വിളയിക്കുന്നതായ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ നിന്നുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അനേക സൃഷ്ടികൾ ലോകത്തിൽ വെളിച്ചം കാണാതെ അന്ധകാരത്തിൽ വസിക്കുന്നു. നാം അറിയാതെ അവർ അന്ധകാരത്തിലിരിക്കുകയാണ്. നാം നമ്മെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. ഈ ലോകത്തിൽ ദർശനം നഷ്ടപ്പെട്ടവരായി അന്ധകാരത്തിൻ്റെ ആഴത്തിൽ വലയുന്നതായ അനേക ആത്മാക്കൾ ഈ ഭൂമിയിലുണ്ട്. അവരെക്കുറിച്ച് സ്വർഗം വിഷമിക്കുകയാണ്, അവരെക്കുറിച്ച് സ്വർഗം ഭാരപ്പെടുകയാണ്. നമ്മളിൽ കുറേ പേരെ മാത്രം സ്വർഗത്തിൽ ഇരുത്തുന്ന ഒരു ദർശനമല്ല കർത്താവിനുള്ളത്. ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും ഒരു ജഡവും നശിച്ചു പോകാതെ കർത്താവിൻ്റെ ആ സന്നിധിയിൽ ശ്രേഷ്ഠരായി ദൈവത്തിൻ്റെ വിശുദ്ധന്മാരായി കാണപ്പെടുവാൻ സ്വർഗം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ആത്മാക്കൾ നശിച്ചു പോകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. അവരെ രക്ഷിക്കണം, അവർ പ്രകാശിക്കണം, അവർ രുചിക്കണം, അവർ ആത്മീയാഹാരം ഭക്ഷിക്കണം. എവിടെ നിന്ന്, എങ്ങനെയാണ് അവർ ഭക്ഷിക്കുന്നത്? അവരെങ്ങനെയാണ് ദർശിക്കുന്നത്?
ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച, പ്രകാശം പ്രാപിച്ച നമ്മിൽ കൂടെ നാം അവർക്ക് പ്രകാശമായിരിക്കണം. നാം വിളക്ക് കത്തിച്ച് പറയിൻ കീഴിൽ വയ്ക്കുന്നവരായിട്ടല്ല. എന്താണ് ഈ പറയിൻ കീഴെന്ന് പറഞ്ഞാൽ? പറ ഒരളവിനെ കാണിക്കുന്നു. നമ്മുടെ പ്രകാശം എപ്പോഴും നാം അളക്കുന്നവരായി തീരരുത്. അളവിന് ധാന്യങ്ങൾ അളക്കുന്നതായ ഒരു വസ്തുവാണ് പറ. അതിനും കീഴിൽ വയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെല്ലാത്തിനും ഒരളവ്, നമ്മുടെ പ്രകാശത്തിനെല്ലാം ഒരളവ്. എന്നാൽ കർത്താവ് പറയുന്നു, ആ പറയിൻ കീഴിൽ നിൻ്റെ വിളക്കിനെ പുറത്തെടുക്കുക, ലോകത്തെ പ്രകാശിക്കട്ടെ. നിൻ്റെ പ്രകാശം കൊണ്ട് അനേകർ കർത്താവിനെ കാണുമാറാകട്ടെ. ആ ദർശനം കർത്താവിങ്കിലേക്ക് കടന്നു വരുമ്പോൾ, അവർ ദൈവത്തിങ്കിലേക്ക് കടന്നു വരുമ്പോൾ, വിശുദ്ധന്മാരിലേക്ക് കടന്നു വരുമ്പോൾ, നിത്യജീവൻ്റെ ആ വെളിച്ചത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരുടെ പ്രാണൻ, അവരുടെ ആത്മാക്കൾ എത്തുന്നതിനിടയായിത്തീരും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഈ പ്രഭാതയാമത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ ആലോചന, ദൈവം നമ്മോട് സംസാരിക്കുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത്, നാം കേവലം നമുക്ക് വേണ്ടി മാത്രമല്ല, ഈ ഭൂമിയിൽ ഉപ്പായിരിക്കണം. നാം നമ്മുടെ സഭയിൽ ഉപ്പല്ല, നമ്മുടെ കുടുംബത്തിൽ ഉപ്പല്ല, സ്വർഗത്തിൽ ഉപ്പല്ല, ആത്മീയ ജീവിതത്തിൽ ഉപ്പല്ല, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഉപ്പല്ല, നമ്മുടെ ശുശ്രൂഷയിൽ ഉപ്പല്ല. ഈ ഭൂമിയിൽ നാം ഉപ്പായിരിക്കണം. ഈ ഭൂമി നമ്മെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനമുള്ള അനുഭവിക്കണം. നമ്മുടെ ജീവിതം നമ്മുടെ പ്രകാശം കൊണ്ടും നമ്മുടെ സുവിശേഷം കൊണ്ടും ഈ ഭൂമിയിൽ എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടാകണം. നമ്മെക്കൊണ്ട് ഭൂമി സന്തോഷിക്കണം, സൃഷ്ടികൾ സന്തോഷിക്കണം, ഈ ലോകം വെളിച്ചം കാണണം. അങ്ങനെയുള്ള ഒരു ദർശനത്തിൻ്റെ താഴ്വരയിലേക്ക് നമ്മുടെ പ്രഭാതങ്ങളായി തീരുമ്പോൾ ആ പ്രഭാതത്തിന് വലിയ വെളിച്ചം വീശുന്നതിനുള്ളതായ ഒരു കഴിവ് ലഭിക്കുന്നു. ആ പ്രകാശത്തിന് വലിയൊരു വീക്ഷണമുണ്ടാകുന്നു. ആ പ്രകാശം ഒരു വലിയ ദ്വാരയിലേക്ക് മനുഷ്യനെ നയിക്കുന്നതിനിടയായിത്തീരും. ആത്മാക്കൾ അതിലേക്ക് ഒഴുകി വരുന്നതിനിടയായിത്തീരും. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കോണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശം സ്വന്തം ജനവുമായി തീരുന്നത് അങ്ങനെയാണ്. ഈ പ്രഭാതത്തിലെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഉപ്പിനാൽ രുചി വരുത്തുന്ന, പ്രകാശത്താൽ അനേകരുടെ കണ്ണുകൾ പ്രകാശിപ്പിക്കുന്ന ജീവിതമായി ക്രിസ്തുവിലെ ദർശനം നിങ്ങൾക്കായി തീരട്ടെ. കർത്താവിനെ കണ്ടതുകൊണ്ട് അങ്ങനെയുള്ള ഒരു അനുഭവം ലോകത്തിന്, ഭൂമിക്ക് കാഴ്ചവെക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങൾക്ക് സഹായമായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിന് സഹായമായിരിക്കട്ടെ, തലമുറകൾക്ക് സഹായമായിരിക്കട്ടെ. ഈ ദർശനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെയാണ് സമാധാനമുണ്ടാകുന്നത്, അവിടെയാണ് ശാശ്വതമായ സ്വസ്ഥത കർത്താവ് ദൈവം കൽപ്പിക്കുന്നത്. ഗോഡ് ബ്ലെസ് യു.